വാർത്തകൾ വിശദമായി. മണിപ്പൂരിൽ കഴിഞ്ഞയാഴ്ച നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പോലീസും സുരക്ഷാ സേനയും കണ്ണീർവാതക ഷെല്ല് ഉപയോഗിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന ഗർഭിണി മരിച്ചു. യുവതിയുടെ വയറ്റിൽ നിന്നെടുത്ത കുഞ്ഞ് നേരത്തെ മരിച്ചിരുന്നു. മരണവാർത്തയറിഞ്ഞ് ജനക്കൂട്ടം പ്രക്ഷോഭത്തിനായി തയ്യാറെടുത്തെങ്കിലും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് സമര നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ജനക്കൂട്ടം പിരിഞ്ഞു പോവുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ജിരിബാം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് അജ്ഞാതരായ അക്രമികളുടെ പുതിയ വെടിവയ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കർഫ്യൂ പിൻവലിച്ചതിനെ തുടർന്ന് ഇംഫാലിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ക്വാക്കയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം പിരിച്ചുവിടുന്നതിനാണ് പോലീസ് കണ്ണീർവാതകം ഉപയോഗിച്ചത്. പോലീസിന് നേരെ പ്രതിഷേധക്കാർ വെടിവയ്പ് നടത്തുകയും ചെയ്തു. സെപ്റ്റംബർ 12 മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നടന്ന പ്രതിഷേധത്തിനിടെ വീടിനു സമീപം പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതിനെ തുടർന്നാണ് ഗർഭിണിയായ സഞ്ജിത ദേവി അസ്വസ്ഥത മൂലം ആശുപത്രിയിലായത്. കുഞ്ഞു മരിച്ചതിനു പിന്നാലെ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരുന്നു. ഇതിനിടെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചു. അസം അതിർത്തിക്കടുത്തുള്ള ജിരിബാമിൽ സായുധ സംഘങ്ങൾ വെടിവയ്പ് നടത്തിയെങ്കിലും ആർക്കും പരിക്കില്ല. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വെടിവയ്പ് അരമണിക്കൂറിലധികം നീണ്ടു. ഇംഫാൽ വെസ്റ്റിലെ സംഗായിപ്രുവിൽ ബോംബ് സ്ഫോടനത്തിൽ 3 വീടുകൾ തകർന്നു. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ബോംബ് പൊട്ടിയതാണോ അതോ അക്രമികൾ ആക്രമണം നടത്തിയതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. FCI ഗോഡൌണിന് തൊട്ടടുത്താണ് സ്ഫോടനം നടന്നത്.